അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സഹോദരങ്ങളെ, 1989 സമസ്തയിലുണ്ടായ പിളർപ്പ്, ആ പിളർപ്പിന് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിപരമായ വളർച്ചക്കും അവരുടെ പ്രാസ്ഥാനികപരമായ വളർച്ചക്കും എല്ലാം കാരണമായത് CM മടവൂരിന്റെ പിന്തുണയും അനുഗ്രഹവും നിർദ്ദേശങ്ങളും കാരണമാണ് എന്നാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള അവരുടെ പ്രാസംഗികർ, നേതാക്കന്മാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, പിളർപ്പിന് മുമ്പും ശേഷവും ആദർശ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തുമെല്ലാം ഇവരുടെ വളർച്ചയ്ക്ക് കാരണം CM മടവൂരിന്റെ പിന്തുണ തന്നെയാണ് എന്നാണ് ഇവർ വാദിക്കാറുള്ളത്. അതൊന്ന് കേട്ടു നോക്കാതെ. അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഗണ്ണന പ്രസംഗത്തിലും വാദപ്രതിവാദത്തിലും ഒന്നും പോകാതെ ഇരുന്ന തലത്തുനിന്ന് നിയന്ത്രിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളവர்கள். ഇവരുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വാദപ്രതിവാദത്തിനും ഖണ്ഡനത്തിനൊന്നും പോകാതെ ഇരുന്ന സ്ഥലത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന ആളാണ് മടവൂർ. പിന്നെ സമസ്തയിലെ പിളർപ്പിന് ശേഷം മടവൂർ കാന്തപുരം വിഭാഗത്തിലേക്ക് കൂറുമാറി എന്നാണ് ഇവർ പറയണത്. ഏതായാലും പിന്നീട് കിടന്ന സ്ഥലത്ത് കിടന്നുകാണ് നിയന്ത്രിക്കാൻ തുടങ്ങി കാന്തപുരം വിഭാഗത്തിന്. കാരണം പിന്നിപ്പോ സമസ്ത പിളർന്നതിന് ശേഷം ഒരു 2-3 കൊല്ലം ഇയാൾ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അങ്ങനെ ഇവർക്ക് കാന്തപുരം എന്ന വ്യക്തിയെ വ്യക്തിപരമായി വളർത്തിയ, കാന്തപുരം വിഭാഗത്തിനെ പ്രാസ്ഥാനികമായി വളർത്തിയെന്ന് ഇവർ അവകാശപ്പെടുന്ന ആ മടവൂർ കാരണം 3 പതിറ്റാണ്ടിനിപ്പുറം ഇതേ കാന്തപുരം വിഭാഗം പരസ്പരം കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരു ഭിന്നിപ്പിന്റെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിലല്ല. ആരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്? ഈ പ്രപഞ്ചത്തിനെ മൊത്തം തദ്ബീർ ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് സത്യവിശ്വാസികൾ മൊത്തം വിശ്വസിക്കുമ്പോൾ, അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ എന്ന് കാന്തപുരം വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുമ്പോൾ, അല്ല, ഈ പ്രപഞ്ചത്തിനെ മൊത്തം, ഈ പ്രപഞ്ചത്തിനെന്ന് മാത്രമല്ല 18,000 പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈ CM മടവൂരി എന്ന് പറയുന്ന മുസ്ലിയാരാണ് എന്ന് സാക്ഷാൽ കാന്തപുരമടക്കമുള്ള ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പൊ ഇവരെ കൂട്ടത്തിലുണ്ടായ പ്രശ്നത്തിന്റെ ആണിക്കല്ല്. പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് പറയണോ, പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് പറയണോ? ഇതാണ് തർക്കം. ഒരു വിഭാഗം പണ്ഡിതന്മാർ ശക്തമായി തന്നെ പറയുന്നു പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്ക് വരും. അത് പറയുന്നത് ചില്ലറക്കാരനല്ല, സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ സാക്ഷാൽ പേരോട് റഹ്മാൻ സഖാഫിയാണ്. അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീർ അൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദത്തി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ അതാ ഖദീമായ നിലക്കുള്ള സിഫത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം അത് അള്ളാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരും വഅനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറൽ ആലമി വാഹിദുൻ വഅൻ യഅലമ അയ്ളൻ അന്നൽ അബ്ദ ഗൈറു മുസ്തഖില്ലിൻ ബിഅഫ്ആലി നഫ്സി, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അവൻ അല്ലാഹുവാണ്. പേരോട് റഹ്മാൻ സഖാഫിയോട് പറഞ്ഞ കാര്യം ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ത്? തദ്ബീറുൽ ആലം, പ്രപഞ്ചം ആലം മൊത്തം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഖരവസ്തുക്കളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ ആരാധനക്കുള്ള അർഹത, ഇതെല്ലാം അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെന്നുണ്ട്. അതുപോലെ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ള കാര്യമൊക്കെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായ ഒരു കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ ശിർക്ക് വരും. അത് മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത വിഷയമാണ്. അതന്നെയാണ് പേരോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ശിർക്ക് വരുന്നു പറയുമ്പോ ആ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട കേവലം ഒരു സൃഷ്ടിയായ മടവൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നവരുമല്ല, അയാളാണ് ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ആരാണ്? ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് അലവലാതി സഖാഫികളല്ല. ഈ സഖാഫിയാളെ മുഴുവനും പടച്ചുണ്ടാക്കിയ, ഇവിടെ ഈ സഖാഫിയാളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരനാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. മുബര തെളിവെന്താണ്? സൂറത്ത് നാസിയാത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ റാസി പറഞ്ഞിരിക്കുന്നു അത് അർവാഹുകളാണ്, മുഅ്മിനീങ്ങളുടെ അർവാഹുകളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. എങ്കിലും ആ ക്ലിപ്പ് ഒന്നും കൂടി കേൾക്കാം. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്.
വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട്. കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അതൊന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ, അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. അപ്പോ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ. അപ്പൊ മുമ്പ് വ്യാഖ്യാനം അവിടെ നിയന്ത്രിക്കുന്നവൻ എന്നല്ലല്ലോ പറഞ്ഞത്, ബഹുവചനായിട്ട് നിയന്ത്രിക്കുന്നവർ എന്നല്ലേ, അപ്പൊ അള്ളാഹിനെ കുറിച്ചല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അത് ഔലിയാക്കളാണ് എന്ന് മുമ്പ് വ്യക്തി തീർക്കണം. അതിന് റാസി പറഞ്ഞു, റാസിന്റെ അഭിപ്രായം പറഞ്ഞത് അതാണ് പ്രാമാണികമായ അഭിപ്രായം എന്ന് വരുത്തി തീർക്കണം. അപ്പൊ നിയന്ത്രിക്കുന്നവർ എന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിയന്ത്രിക്കുന്നവർ എന്നാണോ പറഞ്ഞത്, നിയന്ത്രിക്കുന്നവൻ എന്നാണോ പറഞ്ഞത് എന്ന തർക്കത്തിനപ്പുറം എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ ഫൽ മുദബ്ബിറാത്തി അംറ എന്നാണ് പറഞ്ഞത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. അല്ലാതെ ഫൽ മുദബ്ബിറാത്തിൽ ആലമീൻ എന്നല്ല, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം, അങ്ങനെയല്ല അള്ളാഹ് പറഞ്ഞത്. ഇവരെ വ്യാഖ്യാന പ്രകാരം അള്ളാഹു അവിടെ എന്തു പറയണം? ഫൽ മുദബ്ബിറാത്തിൽ ആലമീൻ, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. പക്ഷെ അള്ളാഹു അവിടെ പറഞ്ഞത് ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. എന്താണ് കാര്യങ്ങൾ? അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഓരോ ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പല ജോലികളും ചെയ്യാൻ പല മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്ന് മുഫസ്സിറുകൾ മൊത്തം പറയാൻ കാരണം. അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നതും ആലം മൊത്തം നിയന്ത്രിക്കുക എന്നതും രണ്ടും രണ്ടാണ് മുസ്ലിയാര്. ഇപ്പൊ കാന്തപുരത്തിന്റെ വീട് അല്ലെങ്കിൽ മർക്കസ് നിയന്ത്രിക്കുന്നത് കാന്തപുരാണ് എന്ന് പറയുന്നതും ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് കാന്തപുരാണെന്ന് പറയുന്ന വ്യത്യാസമല്ലേ? മർക്കസ് നിയന്ത്രിക്കുക എന്നുള്ളത് ചില കാര്യങ്ങളിൽ പെട്ടതാണ്. ലോകം നിയന്ത്രിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിലല്ല, ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കാന്തപുരത്തിന്റെ വീട് കാന്തപുരം നിയന്ത്രിക്കുന്നു, ഇപ്പൊ കാന്തപുരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് മോൻ അബ്ദുൽ ഹക്കീം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചില കാര്യങ്ങളിൽ പെട്ടതാണ്. ഇപ്പൊ നിങ്ങളെ പല വാഹനത്തിലും ജോലി ചെയ്യുന്ന പല ഉസ്താദുമാരും ഒരു ആഴ്ചയിലോ മാസത്തിലൊക്കെ ആയിരിക്കും വീട്ടിൽ വരിക. അപ്പൊ ഉസ്താദ് പറയാണ്, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ ഭാര്യയാകുന്നു, എന്റെ കെട്ടിയോളാകുന്നു എന്റെ വീട് മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും എതിർപ്പില്ല. അത് സ്വാഭാവികമായിട്ടും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അതേ മൊല്ല പറയുന്നു, ഇതാ എന്റെ ഭാര്യയാകുന്നു ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുവോ? അപ്പൊ അവിടെ ബഹുവചനാണ് പറഞ്ഞ് നിയന്ത്രിക്കുന്നവർ എന്നാണ് പറഞ്ഞത്. ഏത് കാര്യത്തെക്കുറിച്ച്? അത് ലോകം നിയന്ത്രിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചല്ല അവിടെ ബഹുവചനം പറഞ്ഞത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ ലോകം മൊത്തം ഫൽ മുദബ്ബിറാത്തിൽ ആലമീൻ എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഫൽ മുദബ്ബിറാത്തി അംറ. ഇത് വളരെ വ്യക്തമാണ്. 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണിത്. ഇത് ഈ മൊല്ലമാർക്ക് മനസ്സിലാകാത്തതാണ്, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഈമാൻ പഴപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. ഇനി സഹോദരങ്ങളെ, ഇതിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകൾ പറയുന്നു അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് തദ്ബീറുൽ ആലം, ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം, അതുപോലെ ഖരവസ്തുക്കളുടെ സൃഷ്ടിപ്പ്, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുപോലെ ആരാധനക്കുള്ള അർഹത, ഈ 3 കാര്യവും ഇത് ഏതുപോലെ പേരോട് പറയുന്നത് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് പോലെയാണ് മുദബ്ബിറുൽ ആലം. റബ്ബുൽ ആലം ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ റബ്ബുൽ ആലം എന്ന് വേറെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കാകുമോ? മടവൂരിനെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കാകുമോ? ആകും. അതുപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം എന്ന് അള്ളാഹു ആണ്, മുദബ്ബിറുൽ ആലം അള്ളാഹു ആണ്. അത് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കാണെന്നാണ് പേരോടിന്റെ അഭിപ്രായം. അതാണ് മുസ്ലിങ്ങളുടെ അഭിപ്രായം. പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും, ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ്, അതിന്റെ ഉടമസ്ഥൻ, നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ നിഗമന പ്രകാരം, പേരോടിന്റെ വാദപ്രകാരം സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ശിർക്കിൽപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, കുറച്ച് ഈ അടിസ്ഥാനത്തിൽ, ഈ തത്വപ്രകാരം
നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാണ്ട്. ഒരു നൂറ്റാണ്ട് കാലമായി സകല സ്ഥലത്തും സ്റ്റേജ് കെട്ടി, സകല സ്റ്റേജിലും സകല പേജിലും ഒരു മൈക്കന്റെ കൊള്ളി മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാര് തൊണ്ട പൊട്ടി അലറി വിളിച്ച് കൗമുന വികാര വിക്ഷോഭം കൊള്ളിക്കാൻ വേണ്ടി ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം എന്താണ് ആദ്യം ഒന്ന് കേട്ടു നോക്കുക. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അവര് കാന്തപുരവും കേവിയും ഈഗയും മുശ്രിക്കും കാഫിറുമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ? അത് തുറന്നിട്ട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചു മൗലിദ് ഓതുന്ന മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന് ചോദിച്ചിരുന്നു. അത് ഇങ്ങനെ മടക്കരമ ചവിട്ടിയ മാതിരിയാണ് പറയുന്നത്. ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്ത്. അതുകൊണ്ടായില്ല. മറുപടി പറയണം, മുസ്ലിമാണോ മുശ്രിക്കാണോ? ഇത് തീർത്ത് നിങ്ങൾ പറയണം. അപ്പോഴേ നമ്മൾ ഈ വിഷയം തീരുമാനമാവുള്ളൂ, അല്ലാതെ പറ്റില്ല. നാലാമത്തേത്, ശിർക്ക് ചെയ്യുന്നവരുടെ സ്വത്തവകാശം മുജാഹിദുകൾക്ക് അനുവദനീയമാകുന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്നാ ചോദ്യം. സ്വത്തവകാശം മാത്രമല്ലല്ലോ, നമ്മൾ സലാം പറയുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട് പലതുണ്ട്, അത് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യം, ഈ സ്വത്തവകാശം ചെയ്യാൻ മുജാഹിദുകൾക്ക് മുശ്രിക്കുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്നതിന് ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇർതഖബത്തുൽ ഖത്വാ സയ്യിദി വൈറൻ നബി എന്ന് പറഞ്ഞ് സുന്നികൾ ചെയ്യുന്ന മഹ്കൂസ് മൗലിദിലെ വരി, അത് ചൊല്ലിയാൽ അത് ശിർക്ക് ചെയ്യുന്ന പരിപാടിയാണ്, ശിർക്കിന്റെ പരിപാടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്റെ അഞ്ചാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ച വ്യക്തി, അതെന്താ ഇർതഖബത്ത് ചൊല്ലി പിന്നെ അശ്ഹദുല്ലാഹില ചെല്ലാൻ നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു മരിച്ച വ്യക്തിക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, ഇത് വർഷങ്ങളായി, ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടുത്തെ കുബൂരി പാതിരിമാർ സലഫികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ ക്ലിപ്പ് വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് വെച്ച് സക്കരിയ സലാഹി റഹ്മത്തുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ആ സംവാദത്തിൽ അലവി സഖാഫി ചോദിച്ച ചോദ്യമാണത്. മനസ്സിലായോ? ഈ ചോദ്യം ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ, സമസ്തയിലെ പണ്ഡിതന്മാരുടെ വിശ്വാസപ്രകാരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ശിർക്കിലാകുന്നു. മുദബ്ബിറുൽ ആലം മടവൂരാണ് എന്ന് വിശ്വസിക്കുന്ന കാന്തപുരം വിഭാഗത്തിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ ശിർക്കിലാകുന്നു. കുരുവട്ടൂരി മൊല്ലമാർ ശിർക്കിലാകുന്നു. ചോദിക്കട്ടെ, ഇത് വിശ്വസിക്കുന്ന ശിർക്കൻ വിശ്വാസം പേർന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് സലാം പറയാൻ പറ്റുമോ? അയാൾ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമോ? അയാൾ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? അയാൾ അടുത്ത് തിന്നാൻ പറ്റുമോ? അയാൾക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അയാളോട് മുണ്ടാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? ഒപ്പം നടക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റുമോ? മറുപടി പറയും. കുറെ കാലായല്ല ഞങ്ങൾ ഞങ്ങളോട് ഇത് ചോദിക്കണ്. അലവി സഖാഫിന്റെ വലിയ ആനത്തല പോലുള്ള ചോദ്യം. മൗലിദ് ഓതിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചൊരു വ്യക്തി, അതായത് ഇർതഖബത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരിച്ചു, ഓന് ഷഹാദത്തെല്ലാം സമയം കിട്ടിയില്ല, ഓന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? തിരിച്ചു ചോദിക്കട്ടെ, മടവൂരാണ് ആലം നിയന്ത്രിക്കുന്നത്, മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ആ സ്റ്റേജിൽ വെച്ച് കാന്തപുരം കുഴഞ്ഞു വീണ് മരിച്ചാൽ, അയാൾക്ക് ഷഹാദത്ത് ചെല്ലാനുള്ള അവസരം കിട്ടാതെ മരിച്ചാൽ, പേരോടിന്റെയും അലവിയുടെയും വാദപ്രകാരം അയാൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മറുപടി പറയുങ്ങള്. ഇത് ഞങ്ങളെ മാത്രം ചോദ്യമില്ല, ഇവിടുത്തെ കുരുവട്ടൂരികൾ കുറച്ച് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഘോരഘോരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പേരോട് മൗലവി എന്നപ്പോ വിളിക്കട്ടെ, പണ്ട് ഉസ്താദായിരുന്നു. പേരോട് മൗലവി, നിങ്ങളുടെ വാദപ്രകാരം ഉസ്താദ് ശിർക്കിലല്ലേ? അപ്പൊ ഉസ്താദിനോട് മുണ്ടാൻ പറ്റുമോ? സലാം പറയാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് കുറെ കാലമായിട്ട്. ഇനി ഇവരെ ചോദ്യം കേട്ടുകൊണ്ട് ഇവരങ്ങനെ നകളിക്കണ്ട. ഇവരോട് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. ഇവർ പറയുന്നത് കുറച്ചു കാലമായി പേരോട്, പൊന്മള മുസിയാര്, അലവി സഖാഫി, ഇബ്രാഹിം ഖലീൽ ബുഖാരിയെ പോലെയുള്ള ആളുകൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മറവിൽ, അതായത് ഇവിടുത്തെ ഈ സമസ്തയുടെ മറവിൽ ഇവിടെ വഹാബിസം പ്രചരിപ്പിക്കുന്നു. അവർ നവവിധൈകളാണ്, വിദഗത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. ആരോപണം എന്ന് കേട്ടോളി. ഞങ്ങൾ പറയുന്നു, വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങളുടെ ഏതൊരു കിതാബിനെ എടുത്താണോ മഹാനായ ഹബീബരായ ത്വാഹ റസൂലുള്ളാഹി അള്ളാഹിന്റെ റസൂലിന്റെ കൂടെയുള്ള മശായിഖന്മാരുടെ ജമാഅത്ത് റസൂലിനോടുകൂടെ അവിടുത്തെ ഖബറിൽ ജമാഅത്ത് നടക്കുന്നു. ആ സംഭവം പറഞ്ഞാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് മഹാനവറുകൾ ആ കിതാബിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, അതേ കിതാബിൽ തന്നെ ആ ചരിത്രം കാണിച്ചു തരാൻ ഞങ്ങൾ 100,000 തവണ ഒരുക്കമാണ്. ഇല്ല എന്ന് തെളിയിക്കാൻ ക്ലാസ് എടുത്ത മൗലവിമാർ, അലവി സഖാഫി ആയാലും പേരോട് സഖാഫി ആയാലും ഉദ്ഘാടനം ചെയ്യുന്ന മുട്ടിപ്പടി തങ്ങളായാലും, നിങ്ങൾ കിതാബ് നോക്കിയിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വളരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ചതിയല്ലേ ചെയ്തത്? കിതാബിലുള്ള കാര്യം, കറാമത്തുകളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തത് കൊടും ചതിയാണ്. ഉലമാ സമ്മേളനത്തിന്റെ മറവിൽ വഹാബിസം കടത്തിക്കൂട്ടുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം.
ചോദിക്കട്ടെ കുരുവെട്ടുകുരികളെ, നിങ്ങൾ അങ്ങനെ മസിൽ പിടിച്ചടക്കല്ലേ? ഇവിടെ നിങ്ങളുടെ വിശ്വാസപ്രകാരം വിദയി ആശയം പ്രചരിപ്പിക്കുന്ന, വഹാബിസം പ്രചരിപ്പിക്കുന്ന സാക്ഷാൽ പേരോട് മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇബ്രാഹിം ഖലീൽ ബുഖാരി, അലബി സക്കാഫി തുടങ്ങിയ വലിയൊരു വിഭാഗം, കാന്തപുരം സമസ്തയിലെ വലിയൊരു വിഭാഗം, അവരുടെ സംഘടനയിൽപ്പെട്ട 95% ആളുകളും അവർ വഹാബിസം പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ, ആ ആശയം പേറുന്നവരാണെങ്കിൽ അവരോട് സലാം പറയാൻ പറ്റുമോ? അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമോ? അവരെ കുട്ടികളെ കെട്ടാൻ പറ്റുമോ? അവരടുത്ത് തിന്നാൻ പറ്റുമോ? അവർ നിസ്കരിച്ചാൽ പിന്നീട് നിസ്കരിക്കാൻ പറ്റുമോ? അവരുടെ സ്വത്തവകാശം പറ്റുമോ? അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ സുജായികളാകണ്ട. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാന്തപുരം വിഭാഗത്തിനെ മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന CM മടവൂർ, ഈ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് നിങ്ങളെ കണ്ടകശനി. ഈ കണ്ടകശനി നിങ്ങളെ കൊണ്ടേ പോകൂ. ഈ മടവൂരിനെ തൊട്ടോൻ കുടുങ്ങണം ഇപ്പോ. മനസ്സിലായോ? നമ്മളെ വീട്ടിൽ ഈ പച്ചച്ചക്ക മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിളഞ്ഞിമ വന്നു കണ്ട് ചില കുട്ടികൾ ഷെഡിടാതെ വന്നു കണ്ടിരിക്കും. പിന്നെ ഓന്റെ ചന്തി എവിടെയൊക്കെ കുത്തി അവിടെയൊക്കെ നശിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ മുദബ്ബിറുൽ ആലത്തിന്റെ അവസ്ഥ. എവിടെയൊക്കെ നിങ്ങളത് പറഞ്ഞോ, എവിടെയൊക്കെ നിങ്ങൾ CM മടവൂരിനെ വലിച്ചു കൊടുന്നോ, അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നശീകരണം, നിങ്ങളുടെ തകർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ CM മടവൂരാളുള്ള നിങ്ങൾ എത്രയും കാലം പ്രസ്ഥാനത്തെ വളർത്തിയതും വലുതാക്കിയതും പ്രോത്സാഹിപ്പിച്ചതും അനുഗ്രഹിച്ചതും മൂപ്പരെ കറാമത്തുകൊണ്ടും മൂപ്പരെ കൊണ്ടുമാണ് നിങ്ങൾ പ്രസ്ഥാനം ഇക്കണ്ട രീതിയിൽ. മൂപ്പര നിങ്ങളെ മർക്കസിന്റെ അവിടെ മുമ്പ് സുജൂദ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സ്ഥാപനങ്ങളുടെ മുഴുവനും മുമ്പരും ഒരു സുജൂദ് ചെയ്ത് നടത്താണ് നിങ്ങളെ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സാക്ഷാൽ ഉള്ളാൾ തങ്ങളോട് വരെ നീ സത്യത്തിന്റെ ഭാഗത്താകണു, അവിടെ ഇറച്ചു നിൽക്കണം എന്ന് വരെ പറഞ്ഞത് ഈ CM മടവൂരാണ്. അപ്പൊ ഈ നമ്മൾ ഉസ്താദല്ലേ കഫറ ഒക്കെ വരും നമ്മൾ ഇൻഷാ അല്ലാഹ് കേട്ടോ. ആ CM മടവൂരിനെ കൊണ്ടാണ് നിങ്ങൾ തകർന്ന് തരിപ്പണായി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മടവൂരിന് കറാമത്ത് പോയി ഒരു കറാമ്പറപ്പ് ഞാൻ ഇതിനെക്കാട്ടും വലിയ തെളിവ് വേറെ എന്തിനാ? ഇതൊക്കെ ഇവര് പറഞ്ഞാലും ഇതൊക്കെ പോലെ ലൈവായിട്ട് പോലെ കണ്ണുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് ഇപ്പൊ ഈ മടവൂരിന്റെ പേരിൽ തമ്മിലടി. എന്നാലും പറയും മടവൂരാണ് എപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഉസ്താദ് തന്നെ പറയും. അത് കേട്ടോളി. ഷെയ്ഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ്. അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കേട്ടല്ലോ? അപ്പൊ മൂപ്പര് പറയണത് മൂപ്പര് എല്ലാ കാലത്തും തദ്ബീർ ചെയ്യണത് ഈ മടവൂരാണ്. അത് മടവൂരിന്റെ ഹയാത്ത് കാലത്ത് മാത്രമല്ല, ഇപ്പോഴും മടവൂര് മൗത്തായി 33 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും മൂപ്പര പ്രസ്ഥാനത്തെയും ഒക്കെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മടവൂരാണ്. ആ മടവൂരിന്റെ പേരിലാണ് പ്രസ്ഥാനത്തിൽ പൊരിഞ്ഞ അടി നടക്കണം കേട്ടോ. എന്ത് തദ്ബീർ? ഇപ്പൊ എന്താണ് കാന്തപുരം വിഭാഗത്തിന്റെ അവസ്ഥ? ഇപ്പോഴും തദ്ബീർ ചെയ്യുന്ന നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ മടവൂരിനോട് ഇതൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കാനും ഇതൊക്കെ ഭംഗിയായി പൂർവാധികം ശക്തിയോട് കൂടി കൊണ്ടുനടക്കാനും മടവൂരിനെ കൊണ്ട് കഴിയണമല്ലോ. മുദബ്ബിറുൽ ആലമാണല്ലോ. ഇനിയിപ്പോ എന്താണ് കാന്തപുരം വിഭാഗത്തിന്റെ അവസ്ഥ? കുരുവട്ടൂരി മുല്ല തന്നെ പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, AP ഉസ്താദിന്റെ അനാരോഗ്യാവസ്ഥ വന്നപ്പോ ഇപ്പോൾ ഇത് നിയന്ത്രിക്കാനാളില്ലാത്ത വിധം ഇടയനില്ലാത്ത ആട്ടിൻ പറ്റങ്ങളെ പോലെ നായകനില്ലാത്ത കളരിപ്പയറ്റായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. എങ്ങനെയുണ്ട്? എന്താ പറഞ്ഞത്? AP ഉസ്താദിന്റെ അനാരോഗ്യാവസ്ഥ വന്നപ്പോ ഇത് നിയന്ത്രിക്കാൻ ആളില്ലാത്ത നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു കാന്തപുരം വിഭാഗം. അല്ല ചങ്ങായെ, എവിടെ പെങ്ങളെ മടവൂര്? ശരിക്കും എന്താ പറഞ്ഞത്? മടവൂരിന്റെ CM മടവൂരിന്റെ ഹയാത്ത് കാലത്തും മടവൂരിന്റെ മരണത്തിന് ശേഷവും ഇപ്പോഴും ഞങ്ങളെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂരാണ്. എപ്പോഴും മടവൂരിന്റെ നിയന്ത്രണം ഉണ്ട്. ഇവൻ പറയണു AP ഉസ്താദിന് കുറച്ച് ക്ഷീണം വന്ന സമയത്ത് ഇപ്പൊ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പൊ AP ഉസ്താദിനെ ക്ഷീണം വന്നത് അതാ മടവൂരിനപ്പൊ അനാരോഗ്യാവസ്ഥ വന്നത് മൊല്ലേ? ആർക്കാപ്പ അനാരോഗ്യം ഉള്ളത്? AP ഉസ്താദിനോ അതാ മടവൂരിനോ? AP ഉസ്താദിന് അനാരോഗ്യം വന്നപ്പോ നിയന്ത്രിക്കാൻ ആളില്ലാത്ത നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. നാഥനില്ലാ കളരിത്തെ അവസ്ഥ എന്തായിരിക്കും?
കളരി കുരുക്കൾ ഒരു ദിവസം ലീവാണെങ്കിൽ പിന്നെ ശിഷ്യന്മാരെ തേരോട്ടേക്കാരവിടെ ഒരുത്തൻ വാളെടുത്തുകൊണ്ട് അങ്ങോട്ട് മിന്നും, മറ്റവൻ ചുരികെടുത്ത് ഇങ്ങോട്ട് മിന്നും, മറ്റവൻ കുറുവോട് എടുത്തുകൊണ്ട് മണ്ടക്കൊന്നടിച്ചും, വേറൊരുത്തൻ കടാരെടുത്തുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കുത്തും, മറ്റോ ഉടവാളെടുത്തുകൊണ്ടൊന്ന് മിന്നും, മറ്റോ ഉറുമി എടുത്തുകൊണ്ടൊന്ന് കറങ്ങും, വേറൊരുത്തൻ ശൂലെടുത്തുകൊണ്ടൊന്ന് കുത്തും. ഇതാണ് നാഥനില്ല കളറിന്റെ അവസ്ഥ. കളരിൽ അങ്ങനെ ആയിരിക്കും. ആ കോലത്തിലാണ് ഇപ്പൊ കാന്തപുരം വിഭാഗം സമസ്ത. എന്തുകൊണ്ട്? AP ഉസ്താദിന് കുറച്ച് അനാരോഗ്യം വന്നപ്പോൾ നാഥനില്ല കളരിയായി നിയന്ത്രിക്കാൻ ആളില്ലാതെ മാറിയിരിക്കുന്നു. അപ്പൊ എന്റെ മടവൂരിനോ? മടവൂരിന് ഇപ്പൊ എന്തോ അനാരോഗ്യമാണോ? മടവൂരിന് പഴയ തദ്ബീറിന്റെ ശക്തി ഇല്ലേ ചങ്ങായി? പറയേ. ഇനി AP ഉസ്താദിന് ആരോഗ്യമുള്ള നല്ല മസിലും നല്ല പുഷ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മിസ്റ്റർ വേൾഡ് പോലെ ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ കാട്ടി നിൽക്കുന്ന കാലത്ത് എന്തായിരുന്നു അവസ്ഥ? അതും പറയട്ടെ. AP ഉസ്താദിന്റെ നല്ല സമയത്ത് ഉസ്താദ് നിൽക്കേണ്ട നിപ്പിൽ നിന്നിട്ട് ആ ഹിമ്മത്തിൽ ഒരു വർത്താനുണ്ട് പറഞ്ഞാല് ഇവരൊക്കെ ഉടുത്തലും മൂത്രൊഴിച്ചു പോകും. അക്കോലത്തിലൊരു കാലുസ്തായി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഉസ്താദിന് ശാരീരികമായി കുറച്ച് ക്ഷീണം ഉണ്ടായി, അനാരോഗ്യാവസ്ഥ ഉണ്ടായി. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഞങ്ങളുടെ വന്യരായ ഉസ്താദിന്റെ ആ അനാരോഗ്യസ്ഥിതി ചൂഷണം ചെയ്തിട്ട് കുറ്റ്യാടിക്കാരൻ മൗലവി ആ സീറ്റിങ്ങനെ തക്കം പാർത്ത് നടക്കുക. അങ്ങനെ നടക്കല്ലേ. നിക്ക് കുഞ്ഞാപ്പ് പോയപ്പോ പറ്റിയാ നോക്കിയിട്ട് നടക്കും. അത് നടന്നു തന്നെ. പ്രവർത്തകർ നിങ്ങളെ വേണ്ട വിധം വിലയിരുത്തുന്നുണ്ട്. പിന്നെ മുണ്ടാത്തത് എന്താ? നിങ്ങളെ സെറ് ഭയപ്പെട്ടിട്ടാ. കാരണം നിങ്ങൾ ഹിറ്റ്ലറ സ്വഭാവ വെട്ടി നിരത്തും. എന്താ പറഞ്ഞത്? AP ഉസ്താദിന്റെ ആ നല്ല സമയത്ത് ഹിമ്മത്തോടു കൂടി ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടുത്തിയിൽ മൂത്രയിക്കുന്നു. ഇപ്പൊ എന്തേ AP ഉസ്താദിന് പറ്റി? ആ ഹിമ്മത്തൊക്കെ പോയോ? അപ്പൊ AP ഉസ്താദ് അക്കാലത്ത് ഇങ്ങനെ ആരോഗ്യം കൊണ്ടായിരുന്നു ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്നത്. സമസ്തന്റെ മുഷാവറ ഇങ്ങനെ വിളിക്കുമ്പോൾ 40 ആൾക്കാർ ഇങ്ങനെ മസിൽ കാട്ടി പേടിപ്പിച്ച് കണ്ടത് ഇതോടൊന്നും തന്നാലുണ്ടല്ലോ നിങ്ങള് അടങ്ങിയിടന്നോളി എന്ന് പറഞ്ഞാണ്ട് ഇവരിങ്ങനെ മസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തേണ്ടതൊക്കെ നിയന്ത്രിച്ചിരുന്നത് തന്നെ. അതോ ഇവരെ ആത്മീയമായ പവർ കൊണ്ടാണ് നിയന്ത്രിച്ചിരുന്നത്? ആത്മീയമായ പവർ കൊണ്ടാണ് ഇപ്പോഴും ആണല്ലോ. ശരീരത്തിനല്ലേ അനാരോഗ്യാവസ്ഥ വന്നിട്ടുള്ളൂ. അപ്പൊ AP ഉസ്താദിന്റെ ആരോഗ്യ സമയത്ത് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ AP ഉസ്താദിന് വെച്ച അതുകൊണ്ട് ഇപ്പൊ അവിടെ ആർക്കും ഏത് രീതിയിലും എങ്ങനെയും ചെയ്യാവുന്നതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. ഓരോന്ന് തൊള്ളിന്നാണ് വീഴുമ്പോ അതിനപ്പുറം വേറൊരു അർത്ഥമുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ലായിരുന്നു. ഇതെന്തേലൊക്കെ പേരോനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തോൽപ്പിക്കാനോ എന്തേലൊക്കെ പറയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? AP ഉസ്താദിന്റെ ആരോഗ്യ സമയത്ത് അദ്ദേഹം ഒന്ന് നോക്കിയാൽ ഇവർ മൂത്രമൊഴിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അനാരോഗ്യാവസ്ഥയുള്ളത്. അപ്പൊ മടവൂരെവിടെ ചങ്ങായി? അല്ല AP ഉസ്താദ് വലിയല്ലേ? AP ഉസ്താദ് വേൾഡ് ഔലിയ ഓർഗനൈസേഷന്റെ മെമ്പറിൽപ്പെട്ട 40 അംഗ മുഷാവറിൽപ്പെട്ട ഒരാളാണ് AP. പഴയ കുഞ്ഞാപ്പു. ഒന്നും പാടെ കേട്ടു വെക്കും. ചീഫ് ഉസ്താദ് പറയാണ്, ഞാന് അജ്മീർ ഹാജിനെ സിയാറത്ത് ചെയ്തു. സിയാറത്ത് ചെയ്തിട്ട് അവിടുന്ന് ഹാജിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രി ഹാജായെ ഞാൻ കണ്ടു. ഹാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഹാജയോട് ചോദിച്ചു, ഹാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? ഞാൻ ഹാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഹാജ പറഞ്ഞു, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഹാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുഷാവറയുണ്ട്. ആ മുഷാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഹാജ എന്നോട് പറഞ്ഞു എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. റവാഹു CP ഉസ്താദ് അൻ അജ്മീർ ഖാജ. അജ്മീർ ഖാജയെ തൊട്ട് CP ഉസ്താദ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ വേൾഡ് ഔലിയ ഓർഗനൈസേഷൻ അതിന്റെ മുഷാവറ മെമ്പറായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഇപ്പൊ കുറച്ച് അനാരോഗ്യം വന്ന സമയത്ത് അവിടെ ആകെ നാഥനില്ലാ കളരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാവരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആരോപണം. മുമ്പ് പ്രസംഗിച്ച എന്താ നിങ്ങള്? നമ്മളെ പകരക്കാരൻ പ്രസംഗിച്ചത് കാന്തപുരം അറിയാതെ അള്ളാഹു പറഞ്ഞ് എന്തും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. വലിയ വൈറലായ പ്രസംഗം. പിന്നീട് അയാളെ ന്യായീകരിച്ചു ചെയ്തു. ആ പ്രസംഗം ഒന്നും കൂടി കേട്ടു നോക്ക്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ജീവിക്കുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് അറിയില്ല. അപ്പോ വേൾഡ് ഔലിയ ഓർഗനൈസേഷന്റെ മുഷാവറ മെമ്പറായ കാന്തപുരം
കാന്തപുരമറിയാതെ അള്ളാഹു ഇവിടെ ഒന്നും ചെയ്യുകയില്ല എന്നാണ് ഇത്രയും കാലം ഒരു പ്രസംഗിച്ചിരുന്നത്. ഇപ്പോഴോ കാന്തപുരം അറിയാതെ പേരോടനെ പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ പ്രവൃത്തി പോലും കാന്തപുരമറിയാതെ അള്ളാഹു ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പ്രസംഗിച്ച കൗം ഇപ്പൊ പറയാണ് കാന്തപുരം അറിയാതെ പേരോട് ഇങ്ങനെ പലതും ഇങ്ങനെ ഹിറ്റ്ലറായ പേരോട് ആ കസാര കാന്തപുരത്തിന്റെ കസാര സ്വപ്നം കണ്ട് അതിലിരിക്കാൻ വേണ്ടി കുഞ്ഞാപ്പു ആയിക്കൊണ്ടിരിക്കുന്ന പേരോട് കാന്തപുരത്തിന്റെ കുറച്ച് അനാരോഗ്യം വന്ന സമയത്ത് ഒരു സംഘടനാകെ നാഥനില്ലാ കളരിയായി. പകരം മുസ്ലിയാരി പ്രസംഗിച്ചിട്ട് 1.5 പതിറ്റാണ്ടായി. അതിനുശേഷം പാലത്തിനടിയിലൂടെ വെള്ളം കുറെ ഒലിച്ചുപോയി, 2 കൊടും പ്രളയം വന്നു, ഒരു കോവിഡ് വന്നു. മിണ്ടിയിട്ടില്ല ഒരു കുട്ടി അതിനെതിരെ, അനങ്ങിയിട്ടില്ല. അന്നൊക്കത് കേട്ട് സ്റ്റേജിൽ ഇരുന്ന് കണ്ട് സുഖിക്കായിരുന്നു ഈ സാക്ഷാൽ കാന്തപുരം അടക്കം. മിണ്ടിയിട്ടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പേരോടും പറഞ്ഞിട്ടില്ല, കുരുവട്ടൂരികളും പറഞ്ഞിട്ടില്ല. അന്നൊക്കെ ഒറ്റ കൊമ്പത്തായിരുന്നു. ഇപ്പൊ അപ്പൂപ്പൻ താടി പൊട്ടിത്തെറിച്ച പോലെ പല കൊമ്പത്ത് പാറിപ്പറന്ന് പല കൊമ്പത്ത് ഇങ്ങനെ തങ്ങിയിരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുക, നിഫാക്ക് ആരോപിക്കുക, വഹാബിസം ആരോപിക്കുക. എന്നിട്ട് കുറെ കാലത്തിന് ശേഷം 1.5 പതിറ്റാണ്ടിന് ശേഷം ഇവര് ഉലമാ കോൺഫറൻസിൽ നോട്ട് കൊടുത്തേക്കാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒരു വ്യക്തി അറിയാതെ അള്ളാഹു ഇവിടെ ഒന്നും ചെയ്യുകയില്ല എന്നൊന്നും പറയാൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് വൈകി ഉദിച്ച വിവേകം. കതിരുമക്കൊണ്ടേ വളം വെക്കുക ഞങ്ങൾ പറഞ്ഞത്, മനസ്സിലായോ? ഇനി അതുമല്ല, CM മടവൂരിന്റെ ചാർജേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഒരു മരിക്കണോട് കൂടെ ഒരു തദ്ബീറിന്റെ ശക്തി പോലാണ്. ഇപ്പൊ വേറൊരാളുണ്ടെന്നാ പറയണത്. വേറെ ഏതോ ഒരു കുഞ്ഞാപ്പു മംഗലാപുരത്തോ കാസർഗോഡോ ഏതോ ഒരു ചെങ്ങായി ഉണ്ട്, കുളിച്ചു കുട്ടപ്പനായി ട്രൗസറും കുപ്പായും തുന്നി, മുദബ്ബിറുലാലത്തിന്റെ ട്രൗസറും കുപ്പായും തുന്നിയിരിക്കുന്ന വേറൊരുത്ത ഉണ്ട് എന്നാ പറയണത്. അയാളായിട്ട് കാന്തപുരം നിരന്തരം ബന്ധമുണ്ടല്ലോ, അതും പാടൊന്ന് കേട്ടു. ഞങ്ങൾക്ക് ഉസ്താദിനോടുള്ള മഹബത്തിന്റെ മാനദണ്ഡം എന്താ അറിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇന്നും മശായിഖന്മാരെ സ്നേഹിച്ച് അവരെ അരുപറ്റി അവരെ ഹളറത്തിൽ പോകുന്നു, അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആണ് മടവൂർ ശൈഖുനായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു. ശൈഖുനായോടുകൂടെ അവസാനിപ്പിച്ചില്ല. ശൈഖുനായുടെ വഫാത്തിന് ശേഷം ആ ശൈഖുന ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, ഞാൻ കിടക്കുന്ന CM അവർ നടക്കുന്ന CM എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ ആ ഹളറത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന സാഹിബുൽ വഖായ മഹാനുഭാവന്റെ ഹളറത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പോവാ AP ഉസ്താദ്. മൈസൂർക്കാണെങ്കിൽ മൈസൂർക്ക് പോവാ, ഇരിക്കുക. നീണ്ട 8 മണിക്കൂർ സമയം വന്യരായ ഞങ്ങളെ ഉസ്താദ് ആ മഹാന്മാരെ ഹളറത്തിൽ പോകുന്നു, ഇരിക്കുന്നു. അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉസ്താദ് പിടിച്ചു നിൽക്കുന്നു. ഇത് CM മടവൂര് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞത്രേ, ഞാൻ കിടക്കുന്ന CM നിങ്ങൾ നടക്കുന്ന CM എന്ന് പറഞ്ഞ് അവരോധിച്ചിട്ട് ഔലിയാപട്ടം കൊടുത്ത ഞാൻ നിങ്ങളെ ഔലിയാക്കിയിരിക്കുന്നു പറഞ്ഞ് ഔലിയാപട്ടം കൊടുത്ത ഒരുത്തം ഇവിടെ ഉണ്ട്. ഇവരെ പേര് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല കേട്ടോ. ആ ചങ്ങാനിട്ട് കാന്തപുരം നിരന്തരമായിട്ട് ബന്ധമുണ്ട് എന്നാ പറയണത്, മനസ്സിലായി നിങ്ങൾക്ക്? മടവൂര് പറഞ്ഞു ഞാൻ കിടക്കുന്ന CM നിങ്ങൾ നടക്കുന്ന CM. ഇനി കുരക്കുന്ന CM, കടിക്കുന്ന CM, ചാടുന്ന CM, ഓടുന്ന CM അങ്ങനൊക്കെ ഉണ്ടാവും. ഒക്കെ ജീവൻ പോകാൻ വേണ്ടി കാത്തിരിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയില്ല കേട്ടോ, ഇയാൾ മുദബ്ബിറുൽ ആലമാന്ന് പറയില്ല. ചോദിക്കട്ടെ, ആരോടൊപ്പം നിങ്ങളെ മുദബ്ബിറുൽ ആലം? മടവൂര് ആ സ്ഥാനം രാജിവെച്ചതിന് ശേഷം നിങ്ങളെ മുദബ്ബിറുൽ ആലമായ ആ ആള് എവിടെ? ആ കുരുത്തം കെട്ട മുതലിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചിട്ടുണ്ടോ? ഞങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യട്ടെ. ഓന് ആലം മൊത്തം നിയന്ത്രിക്കാനുള്ള തദ്ബീർ ചെയ്യാനുള്ള കഴിവുണ്ടോ, അതോ ഓന്റെ തടിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ? ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. അതല്ല നിങ്ങളെ മുദബ്ബിറുൽ ആലമായ മടവൂരിന്റെ അവസ്ഥ ചെയ്യുന്നല്ലോ. അയാൾ അവസാന കാലത്ത് അയാളെ കാല് പഴുത്ത് മുറിയായിട്ട് ഒരു വെളിയത്തുനാടുപ്പാപ്പ മരുന്ന് വെച്ചെടുക്കലായിരുന്നു. അത് എന്നാൾ പറഞ്ഞത് മൂർഖന നീർക്കോലി മുണങ്ങി പറഞ്ഞത്. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന CM മടവൂരിന് അസുഖമായിട്ട് വേറൊരുത്തം മരുന്ന് വെച്ചെടുക്കുക എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെ മുദബ്ബിറുൽ ആലമായ ഈ മാനസിക രോഗികളുടെ അവസ്ഥ എന്താണ്? നടക്കുന്ന സമയത്ത് കാലൊന്നും മടക്കി ചവിട്ടിയിട്ട് കാലൊന്നും ഉളുക്കി കഴിഞ്ഞാൽ കക്കൂസ് പോകാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് 2 മുരീദന്മാരെ തോളിൽ കൈട്ടടക്കേണ്ടി വരും. പോലാണ് ആലം നിയന്ത്രിക്കുന്നത്. പ്രമാണങ്ങൾ ഏതായാലും ഒരു ലോജിക്കെങ്കിലും വേണ്ടേ? പറഞ്ഞില്ല, ഇത് അങ്ങനെ ഒരു നടക്ക് പോകൂല. നിങ്ങൾ ഈ മടവൂരിന് ആരൊക്കെ തൊട്ടോനൊക്കെ അതുകൊണ്ട് ആ കുട്ടിന്റെ ചന്തിമ വെളഞ്ഞിനായ മാതിരിയാവും. ഒരുത്തനും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങളെ മടവൂരിനെ കൊണ്ട് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ ശവക്കല്ലറ തീർത്തിട്ടേ ഞങ്ങൾ അടങ്ങുള്ളൂ. കാരണം ഈ മടവൂരിനെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എവിടെ നിങ്ങൾ ചില്ലറ കൊണ്ടുപോയേക്കൊന്നുമല്ല. തദ്ബീർ ഏതായാലും ഉണ്ട്. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന അരപ്പിരി ലൂസുള്ള മാനസിക രോഗിയാണ് എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് മടവൂരിന് തുല്യനായി ആരുമില്ല എന്നാണ് ഒരുത്തം പ്രസംഗിച്ചത്. എല്ലാവരും കേട്ടതാണ്, ഒന്നുകൂടി കേട്ടു നോക്ക്. അപ്പൊ അത്തരം സ്ഥാനം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരാണ്. ആ ചരിത്രം പരിശോധിച്ചാൽ
CM-നോട് കടകമണിക്ക് പോലും തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിബിത്തിതായി ഉജൂദിൽ ആലമി അല്ലാനും മിസിരി എന്നോട് പറയാം ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒരാളില്ല കേട്ടോ. ഒരാളില്ല ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാനും മിസിരി. സുഹൃത്തുക്കളെ, ഇതൊക്കെ പറയണമെങ്കിൽ എത്ര തൊലിക്കെട്ടി വേണം, എത്രത്തോളം കുഫർ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു കടുക് മണിന്റെ ഈമാൻ ഒരാളെ മനസ്സിലുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയോ? കഴിഞ്ഞിട്ടില്ല. ഈ കോഴിക്കോട് നിന്ന് 33 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഈ മടവൂർ എന്ന് പറയുന്ന ഈ തലക്ക് വെളിവില്ലാത്ത മനുഷ്യൻ അള്ളാന്റെ റസൂലിന് ഇമാമായി നിസ്കരിക്കുന്ന ആളാന്നാ കുരുവട്ട് പോലുമില്ല പ്രസംഗിച്ചത്. അതും ഇവിടുന്ന് കേട്ട് നോക്ക്. ഉന്നതമായ സ്ഥാനത്തുള്ള അള്ളയുമായി എപ്പോഴും സംഭാഷണം നടത്തുന്ന, എപ്പോഴും റസൂലുള്ളാന്റെ ബേക്കിൽ നിസ്കരിക്കുന്ന, ഇമാമായി തന്നെ നിസ്കരിക്കുന്ന മുദബ്ബിറുൽ ആലമായ ശൈഖുനാന്റെ നിസ്കാരം നോമ്പും നോക്കാൻ നമ്മൾ പോകണ്ട. സമസ്തയിലെ നല്ലവരായ സാധാരണക്കാരായ സഹോദരങ്ങളെ, ഞങ്ങൾ വീണ്ടും 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 നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ചോദ്യം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോ നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. ഇതൊക്കെ സത്യമാണോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ മടവൂരിന് തുല്യനായി ഒരാളും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് മടവൂരിന്റെ പോസിറ്റീവായിട്ട്, മടവൂരിന്റെ ഗുണമായിട്ട് പറഞ്ഞതാണ്. മടവൂരിന് തുല്യനായി പ്രപഞ്ചത്തിന്റെ അന്നു മുതൽ ഇന്ന് വരെ ഒരാളില്ല. അപ്പൊ പ്രവാചകന്മാരോ, മഹാന്മാരായ പ്രവാചകന്മാരോ? ആരാണ് ഇവിടെ പ്രവാചകന്മാരെ നിന്ദിക്കുന്നവർ? ആരാണ് ഇവിടെ ഔലിയാക്കളെ നിന്ദിക്കുന്നവർ? നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളോട് ചോദിച്ച ചോദ്യമുള്ളത്, ഞങ്ങൾ പ്രവാചകന്മാരെ നിന്ദിക്കുന്നു, നബിമാരെ ബഹുമാനിക്കുന്നില്ല, ഔലിയാക്കളെ ആദരിക്കുന്നില്ല. പറ, ആരാണ് ഇവിടെ പ്രവാചകന്മാരെ നിന്ദിക്കുന്നവർ? ആരാണ് പ്രവാചകന്മാരെ ആദരിക്കാത്തവർ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു ഈ അരപ്പിരിവട്ടുള്ള മടവൂര്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ മൊല്ലമാരെ നിങ്ങൾ കുത്തിനു പിടിച്ച് ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഇവന്റെയൊക്കെ മുമ്പ് നിങ്ങൾ ഇത്രയും കാലം പോയിരുന്നിട്ടുണ്ടെങ്കിൽ, ഇവൻ പറയണതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. നിങ്ങൾ മനസ്സിലായ? ഈ മൊല്ലമാരും തൗബ ചെയ്ത് ഷഹാദത്ത് ചൊല്ലി വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങണം. സുന്നത്തല്ലാണ് ഒന്നും കൂടി കഴിക്കണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എന്നാലത് പൂർണ്ണമാവുള്ളൂ. ഈ മൊല്ലമാരൊക്കെ അത്രത്തോളം വലിയ കുഫറാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് ഇത് തീർന്നിട്ടില്ല. മടവൂരിനും ആ മടവൂരിന്റെ മുരീദമാരായ മൊല്ലമാരെയും മൂലക്കിരുത്തിട്ട് തന്നെ ഞങ്ങൾ അടങ്ങുള്ളൂ. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.